ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് ആണ്. ഞാനിവിടെ ചിക്കൻ കൽമാസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കഷ്ണം വല്യുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുങ്ങനെ മുറിച്ച് വെച്ചതാണിത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം പച്ചമുളക്. പിന്നെ നമ്മൾക്ക് എന്ത് വേണം, ചിക്കൻ കൽമാസ് ആക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഉണ്ട്. ഈ ചിക്കൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉച്ചക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചിക്കൻ കറിനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച ചിക്കൻ ആയിരുന്നു. നല്ലോണം പൊരിച്ചിട്ടില്ല, ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഈ ചിക്കൻ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇത് ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ക്രഷ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കൃഷി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ച് ചെയ്താൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കുഞ്ഞു പീസാക്കിയിട്ട് ഇടുക. അപ്പൊ ഇതേ ജാറിൽ തന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒരു സ്പൂണും പെരിഞ്ചീരകം ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് മാവ് കുഴക്കൽ പരിപാടിയാണ്. മാവ് കുഴക്കാൻ നമുക്ക് എന്ത് വേണം, കുറച്ച് അരിപ്പൊടി വേണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പാത്രത്തിന് ആൾക്കാരുടെ അരിപ്പൊടിയാണ് എടുത്തത്. നമ്മളിവിടെ അംഗസംഖ്യ അനുസരിച്ച് നമ്മൾ അരിപ്പൊടി എടുക്കുക. നമ്മൾ ഈ നൂൽപുട്ടിനും നൂൽപുട്ടിന് നെയ്പത്തിരിക്കെല്ലാം കൊടുക്കുന്ന ആ ഒരു പരിപാടിയില്ല, അതുപോലെ തന്നെയാണ് മാവ് ആക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് വേണം, നമ്മൾ നെയ്പത്തിരിയെല്ലാം ആക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പെരിഞ്ചീരകെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കുമല്ലോ. അപ്പൊ അത് ഇതിലേക്ക് വേണം. അപ്പോൾ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പിന്നെ ഒരു സ്പൂണ് പെരിഞ്ചീരകവും ചതച്ചത് ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഈ തിളച്ച് വരുന്ന വെള്ളമല്ല, ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് മാവിലേക്ക് വേണ്ട വെള്ളമാണ്. ഇത്ര തിള വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് ഉപ്പിട്ടത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തിളച്ച വെള്ളം നമുക്ക് ഈ മാവിലേക്ക് ഒഴിക്കാം. ഇനി ഒഴിച്ചതിന് ശേഷം നല്ലോണം നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുക്കുക. ഇപ്പൊ നൂൽപ്പെട്ടിനും ഈ നെയ്പത്തിരിക്കെല്ലാം ഉണ്ടാക്കേണ്ട പാകം അറിയാലോ. അപ്പൊ അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അധികം വെള്ളമായി പോരുത്. വെള്ളം നോക്കി നോക്കി ഇത് കുഴച്ചെടുക്കുക. നമ്മളെ ചപ്പാത്തിന്റെ മാവിന്റെ ഒരു രൂപത്തിൽ എത്തിക്കണത്. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇട്ടാൻ തന്നു കഴിഞ്ഞാൽ കൈവെള്ളും. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വെക്കുക. അതിന്റെ ഗ്യാപ്പിൽ നമുക്ക് മസാല ആക്കണം. അപ്പൊ ഈ പാനിലാണ് ഞാൻ ഉള്ളി വാട്ടാൻ പോകുന്നത്. ഈ പാന് ഞാനിപ്പോൾ നേരത്തെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്ത പാനാണ്. അതുകൊണ്ട് അതിൽ തന്നെ ഈ ഉള്ളിയും വാട്ടാം. അപ്പൊ ഈ ഉള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുക. വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കുക. അപ്പൊ ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിന്റെ എല്ലാം മിക്സ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് പിന്നെയും നല്ലോണം ഇത് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇടാം. ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ചൂടാറാൻ വെച്ച ഈ ഒരു മാവ് നല്ലോണം കുഴച്ച് ഇതുപോലെ ബോളാക്കി എടുക്കുക. പിന്നെ ഒന്നുമില്ല, ഈ ബോൾ എടുക്കുക, ഇത് നല്ലോണം ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം ഈ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ, ഈ മസാലയുടെ കൂട്ടി ഇതിലേക്ക് മറിക്കുക. കുറെ അധികം നിറയ്ക്കണ്ട, കാരണം പിന്നെ ഇത് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ ഉള്ളിലുള്ള ഫീലിംഗ് അല്ലെങ്കിൽ പുറത്ത് വരും. അതുകൊണ്ട് കുറച്ച് മാത്രം നിറയ്ക്കാം. നിറച്ചതിന് ശേഷം നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനിത് ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്ക് വേവിക്കണം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കണം. ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കുക. ഇത് നമ്മൾ മീനെല്ലാം പൊരിക്കില്ല, അതുപോലെ തന്നെ മിക്സ്, പക്ഷെ ഇത് കുറച്ച് ലൂസ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഈ മിക്സ് ഇവിടെ റെഡിയായി. ഇനി എന്ത് വേണം, നമുക്ക് ഈ വെന്തിരോ നോക്കാം. അപ്പൊ അടുത്തത് നമ്മൾ ഈ ചിക്കൻ നിറച്ചത് വെന്തിരോ നോക്കാം. അപ്പൊ ഇത് ചിക്കൻ നിറച്ചത് ഇവിടെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിക്കൊളായി പോവും. അപ്പൊ ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം എടുത്ത് ഇനി അടുത്ത പരിപാടി, ഈ ചിക്കൻ നിറച്ചത് ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം നമ്മുടെ മീനെല്ലാം പെരക്കുമല്ലോ മുളക്, അതുപോലെ പെരക്കിയെടുക്കുക. മീനെ പെരക്കി വെച്ച പോലെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. നല്ലോണം പൊരിക്കണം. മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കണ്ട, ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട, നമുക്ക് നല്ലൊരു ചൂട് ചായയും ഒരു വിശന്ന ഒരു വയറും ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.